സുവിശേഷം കേൾക്കുവാൻ, ദൈവവചനം കേട്ട് ഒരുവനും മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കണമെന്ന് അവൻ സ്വയം തീരുമാനമെടുത്താൽ, ദൈവവചനത്തിൻ്റെ മുൻപിൽ ചെന്നാൽ ദൈവം വലിയൊരു വാതിലാണ് നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നത്. ഇന്ന് എടുക്കുന്ന തീരുമാനത്തെ പ്രതിയാ, ഓരോരുത്തരും എടുക്കുന്ന തീരുമാനത്തെ പ്രതിയാണ് ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്ന് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം കുറച്ച് വർഷങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ആയിട്ട് നടന്ന് ഈ ഒരു കൂട്ടായ്മയോട് ചേർന്ന് നടന്നപ്പം എനിക്കറിയാം, തുടക്കകാലത്ത് അങ്കമാലി യൂത്താണ് നമ്മളെ വളർത്തിയത്, അല്ലെങ്കിൽ കൂടെ കൊണ്ടുനടന്നത്. അന്നൊന്നും ഇന്ന് പറയുന്ന പോലെ സൂം പ്രയറോ അങ്ങനെയൊന്നുമില്ല. ആകെ മാസത്തിലൊരിക്കൽ ഒരു ധ്യാനം ഉണ്ടാകും. ആ ധ്യാനം കൂടണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്ത് കായംകുളം, പഴകുളം വരെ ചെല്ലണം. അല്ലാതെ വൺ ഡേ പ്രയർ ആകെ ഉള്ളത് കുറുപ്പമ്പടിയാണ്, അതല്ലാതെ മറ്റൊരു പ്രയർ ഇല്ല നമുക്ക്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ അനുദിനം അങ്കമാലിയിലെ യൂത്ത്, പ്രിയപ്പെട്ട ഡിനോ ബ്രദർ, ബിബിൻ ബ്രദർ, റിനോ ബ്രദർ, ഇവരൊക്കെ വന്ന് ഓരോ ദിവസവും സംസാരിച്ച്, ദൈവവചനം സംസാരിച്ച് പങ്കുവെച്ച് അവരുടെ കൂടെ നടത്തി, ഓരോ വഴികളിൽ നമ്മളെ നടത്തി. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ സമയങ്ങളിൽ നമുക്കൊരു വലിയ അനുഗ്രഹമായിരുന്നത്, നമ്മളെ വളർത്തിയത് പല രീതിയിലും. പിന്നീടാണ് ധ്യാനങ്ങൾ കൂടുന്നതും, അല്ലെങ്കിൽ ധ്യാനങ്ങൾ വൺ ഡേ പ്രയറുകളൊക്കെ കൂടുതൽ അങ്കമാലി വൺ ഡേ പ്രയറൊക്കെ വരാൻ തുടങ്ങുന്നത്, അത്താണി വൺ ഡേ പ്രയറൊക്കെ പിന്നീടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും കുറച്ചും കൂടി ആ കാലത്തൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എന്നൊക്കെയാണ് വാട്സാപ്പൊക്കെ കണ്ടെത്തുന്നൊരു സമയം എന്ന് എനിക്ക് തോന്നുന്നു, വരുന്നൊരു സമയം. അപ്പോൾ പിന്നെ വാട്സാപ്പിലുള്ള ചർച്ചകളായി, ഡിസ്കഷൻസൊക്കെ, അങ്ങനെയൊക്കെ ദൈവം പല രീതിയിൽ ദൈവവചനത്തെ പഠിപ്പിച്ച് വളർത്തി. ഞാൻ ഇന്ന് ഈ ദിവസം ഞാനൊന്ന് പഴയ കാലത്തേക്ക് ചിന്തിച്ച് നോക്കുമ്പം, അതായത് 2013 ഞാൻ ക്രിസ്തുവിൽ വന്ന ആ സമയം വെച്ച് നോക്കുമ്പം, അന്നെടുത്ത ചില തീരുമാനങ്ങൾ, ദൈവസന്നിധിയിൽ ഞാനെടുത്ത തീരുമാനം, അതെത്രയോ ശ്രേഷ്ഠമായി, എത്രയോ അനുഗ്രഹമായി എന്ന് ഞാനിത് ചിന്തിക്കുക. കാരണം ഞാൻ വളരെ മോശമായ ജീവിതത്തിലായിരിക്കുമ്പം എന്നെ ഒരു ഡിനോ ബ്രദർ വന്ന് വചനത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ, ഞാൻ അന്ന് 2 സ്ഥലത്ത് ധ്യാനത്തിന് പോകാനായിട്ടൊരു തീരുമാനം എടുക്കുന്നത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ധ്യാനത്തിന് പോവുക. അപ്പോൾ 2 സ്ഥലമാണ് എൻ്റെ മുമ്പിൽ വന്നത്. ഒന്ന് തൃശ്ശൂരുള്ള ഒരു ധ്യാന കേന്ദ്രം, 2 ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രി. ഈ 2 മിനിസ്ട്രിയാണ്, 2 ധ്യാന കേന്ദ്രങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. അപ്പം ഞാൻ ആദ്യം തീരുമാനമെടുക്കുന്നത് തൃശ്ശൂരുള്ള ആ പ്രയർ ഗ്രൂപ്പിൽ പോകാം, ആ ധ്യാന കേന്ദ്രത്തിൽ പോകാം. ഇത് ഞാൻ തീരുമാനമെടുത്തു. കാരണം ഞാനാണെങ്കിൽ ഒരു തികഞ്ഞ കത്തോലിക്കനാണ്. സ്വാഭാവികമായും നമ്മൾ മദ്യപിക്കും, ബാക്കി ഉടായ്പ പരിപാടികളൊക്കെ നടത്തുമെങ്കിലും ഞങ്ങളെ ഈ ഒരു വിശ്വാസം വിട്ടിട്ടൊരു കളിയില്ല, ഞങ്ങളുടെ സഭ വിട്ടിട്ടൊരു പരിപാടിയില്ല, അച്ഛന്മാരില്ലാത്തൊരു പരിപാടിക്ക് എനിക്കിട്ട് താല്പര്യമില്ല. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് കേട്ടറിഞ്ഞതും അച്ഛന്മാരില്ലാത്തൊരു ധ്യാന കേന്ദ്രമാണ് ജീസസ് വിഷൻ, ബ്രദർമാർ നടത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു താല്പര്യമൊന്നും മനസ്സിലില്ല. ഞാനിപ്പുറത്തോട്ട് പോകാൻ, തൃശ്ശൂർ പോകാനായിട്ട് തീരുമാനമെടുത്തു. അവിടെ വിളിച്ച് ബുക്കും ചെയ്തു. അവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ 2ഉം ഒരേ ഡേറ്റിലാണ്. ഞാൻ എടുക്കുന്ന ഡേറ്റ്, ഒരു ഡേറ്റ് എന്തോ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 2ഉം ഇവിടെ പോകാമെന്നുള്ളൊരു തീരുമാനം ഏകദേശം എടുത്ത് ഉറപ്പിച്ച് നിൽക്കുക. പക്ഷേ ഒത്തിരി ആത്മാവിൽ ഒരു താല്പര്യമുണ്ട് ഇവിടേക്ക് പോകണമെന്ന്. കാരണം ഞാൻ അറിയുന്ന പ്രിയപ്പെട്ട ഡിനോ ബ്രദർ അവിടെയുണ്ട്, പ്രിയപ്പെട്ട ബിബിൻ ബ്രദർ അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ അവിടെയുണ്ട്, ബന്ധുമിത്രാദികൾ അവിടെയുണ്ട് എന്നുള്ളതൊരു പ്ലസ്സാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ എന്നാൽ എന്നെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് എൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം, ആരും അറിയാത്തോടത്ത് ധ്യാനത്തിന് പോകണം. കാരണം പ്രധാനപ്പെട്ടൊരു വിഷയം അവിടെ വരാനുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ സാക്ഷ്യം കേട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാനതിനി വീണ്ടും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് നാണക്കേടാ. അപ്പോൾ അത് വരരുത്, പ്രത്യേകിച്ച് ബന്ധുക്കാർക്ക് പോലും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ അന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു മൽപ്പിടുത്തത്തിൻ്റെ ഒരു സമയത്ത് ഞാൻ ദൈവത്തോടൊരു തീരുമാനം വെക്കുക. ഞാൻ ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ ചെല്ലുമ്പം, കർത്താവ് എന്നോടൊരു തീരുമാനം പറയണം. നീ ഇന്ന സ്ഥലത്ത് പോകണം, എവിടെ പോകാൻ എന്നോട് പറയണോ ഞാൻ അവിടെ പോകും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതായത് ദൈവത്തെ അറിയത്തില്ല, വചനം അറിയത്തില്ല, പ്രാർത്ഥനയില്ല, എല്ലാവിധ തെമ്മാടിത്തരവും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ കർത്താവിനോട് ഒരു കാര്യം പറയുക, കർത്താവേ നീ എനിക്കൊരു ബോധ്യം തരണം, എവിടെ ധ്യാനത്തിന് പോകണം. ഇങ്ങനെ ഞാനൊരു തീരുമാനം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യത്തെ പ്രശ്നം, എൻ്റെ കലുഷിതമായൊരു ചിന്ത ഇതാണ്, അവിടെ അച്ഛന്മാരില്ലാത്തതുകൊണ്ട് അവിടെ ധ്യാനത്തിന് പോകാൻ പറ്റില്ല. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മാനസിക വിഷമം. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പള്ളിയിൽ ചെല്ലുമ്പം അന്നത്തെ ബൈബിൾ വചനം, അന്ന് ഒരു ഇടദിവസമായിരുന്നു. അപ്പോൾ ബൈബിൾ വായിക്കുന്ന വാക്യം ഇതാണ്, നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്, നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. ഈ വചനമാണ് അവിടെ വായിക്കുന്നത്. മത്തായി സുവിശേഷമാണെന്ന് എൻ്റെ ഓർമ്മ. അതായത് ശിഷ്യന്മാർ യേശുവിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്നവനെ തടഞ്ഞു. അത് വന്ന് വലിയ കാര്യമായിട്ട് യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ അവൻ യേശുവിൻ്റെ നാമത്തിൽ, നിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു,
ഞങ്ങൾ പറഞ്ഞു ഈ പരിപാടിയൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ യേശു പറയുന്നത്, ഒരുവനെ എൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനും അടുത്ത നിമിഷം തന്നെ എനിക്കെതിരെ പറയാനും സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്കെതിരെ അല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് എന്ന ആ വചനം അച്ഛൻ വായിച്ചതിന് ശേഷം, സാധാരണ ഇട ദിവസം പ്രസംഗം ഇല്ലാത്തൊരു ദിവസം, പക്ഷേ എനിക്ക് തോന്നുന്നത് അന്ന് അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടാണ് പ്രസംഗം പറഞ്ഞതെന്ന് തോന്നുന്നു. പ്രസംഗം പറഞ്ഞില്ല, ഒരു 4 വാക്ക്. ആ വാക്ക് പറഞ്ഞത് എത്രയാണ്? കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കും ഇന്ന ആൾ മാത്രമേ കറക്റ്റുള്ളൂ, ഇന്ന ആൾ മാത്രമേ കറക്റ്റുള്ളൂ. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്ന അനേക വ്യക്തികൾ ഇന്ന് ലോകത്തുണ്ട്. അവരെല്ലാം ക്രിസ്തുവിൻ്റെ പക്ഷത്തുള്ളവരാണ്. നമുക്കെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുർബാനയിൽ അവരെ സമർപ്പിച്ച്, ദൈവസന്നിധിയിൽ അവരെ കൂടെ, അവരുടെ ശുശ്രൂഷകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു തീരുമാനം അപ്പം തന്നെ എടുക്കാൻ പറ്റി. ഞാൻ പോകുന്ന ധ്യാനം ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയാണ്. മറ്റൊരു ധ്യാനത്തിന് പോകണ്ട. കാരണം എൻ്റെ ഏറ്റവും വലിയ ഇടർച്ച അവിടെ അച്ഛന്മാരില്ല എന്നുള്ളതാണ്. ആ ഇടർച്ച അച്ഛൻ തന്നെ മാറ്റിക്കളഞ്ഞപ്പം ഇനി ഞാൻ എന്തിനാ പോവാതിരിക്കുന്നത്? കാരണം കർത്താവായിട്ട് അച്ഛനിലൂടെ തന്നെ ആ ഇടർച്ചയാണ് മാറ്റി തന്നാൽ ഇനി പ്രശ്നമില്ലല്ലോ. ഞാൻ ധൈര്യമായിട്ട് പോകാൻ തീരുമാനം എടുത്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ധ്യാനത്തിന് വരുന്നത്. പക്ഷേ ഞാൻ ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം ആ തീരുമാനം എത്രയോ നല്ലതായിരുന്നു, എത്രയോ കറക്റ്റായിരുന്നു. കാരണം ക്രിസ്തുവിൽ വളർത്തുവാൻ ഞാൻ ഇന്ന് ചിന്തിക്കുക. കാരണം തൃശ്ശൂരാണ് ആ ധ്യാനത്തിന് പോയതെങ്കിൽ എന്ത് സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല, നമുക്ക് പ്രെഡിക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് അനുഭവിച്ച ഒരു സത്യമുണ്ട്. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ വൈകുന്നേരം, ഒരു സാധാരണഗതിയിൽ എൻ്റെ പഴയ ജീവിതത്തിൽ വൈകുന്നേരം ഒരു 6 മണി ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു മഴയൊക്കെ തുടങ്ങുന്ന ഒരു, നമ്മൾ പറയുമല്ലോ, ഒരു വൃത്തികെട്ടൊരു വെതർ ഉണ്ടല്ലോ, ഒരു പ്രത്യേകതരം ഒരു കാലാവസ്ഥ, അതായത് ഒരു ആൽക്കഹോളിക് വെതർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ പതിയെ വണ്ടി എടുക്കും, നേരെ ബാർ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പിന്നെ ആ കാലാവസ്ഥ ആസ്വദിക്കുന്നതായിരുന്നു അന്നത്തെ കാലഘട്ടം. പക്ഷെ വൈകുന്നേരം 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഡിനോ ബ്രദർ വരും, അല്ലെങ്കിൽ ഭീം ബ്രദർ വരും. ആരെങ്കിലും വന്ന് ബൈക്കിന് കൂട്ടിക്കൊണ്ട് പോകും. നേരെ മലയാറ്റൂർ പോകും. അവിടെ പോയിരുന്ന് വചനം പറയും, കർത്താവിനെ ദൈവവചനം ഇങ്ങനെ പങ്കുവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചിലപ്പോൾ തിരിച്ചു വരുന്നത് 11 മണി 12 മണിയൊക്കെയാണ്. പലപ്പോഴും എൻ്റെ ജീവിത പങ്കാളി ചീത്ത പറഞ്ഞിട്ടുണ്ട്. കാരണം അവൾ നോക്കിയിരിക്കുകയായിരിക്കും ഭക്ഷണം കഴിക്കാതെ. നമ്മളിത് എപ്പോൾ വരുമെന്ന് വിചാരിച്ചിട്ടാണ്. 11 മണിയാവും, ചിലപ്പോൾ 12 മണിയാവും. വെളുപ്പിന് 3 മണിക്ക് വന്ന് കയറിയ സമയങ്ങളുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്ന് വചനം പറഞ്ഞ് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഓരോ ചായയൊക്കെ കുടിച്ച് വെളുപ്പിന് 3 മണി 4 മണി. അന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന സമയം തിരിച്ചറിയുന്നത് മറ്റേ കാസർഗോഡ് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിൻ പോയി. അപ്പം മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിൻ വൈകി കഴിഞ്ഞാൽ അതിപ്പോൾ 3 മണിക്കാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ 3 മണിക്കായിരിക്കും തിരിച്ചു പോരുന്നത്. ഇങ്ങനെ ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുക, അതായത് അന്നെടുത്ത തീരുമാനം ദൈവകൃപയാൽ, ദൈവമാണ് ആ തീരുമാനമെടുത്തത്. കാരണം ഞാനത് വചനത്തിന് മുമ്പിൽ ആ തീരുമാനമെടുത്തത്, വിശുദ്ധ കുർബാനയുടെ നടുവിൽ ആ തീരുമാനമെടുത്തത്. അത് ദൈവം എടുപ്പിച്ചൊരു തീരുമാനമാണ്. എനിക്കറിയില്ല എന്തിനാണ് അന്ന് അങ്ങനെയൊക്കെ ഒരു തീരുമാനമെടുക്കാനുള്ള അറിവോ ബോധമോ ബുദ്ധിയൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ദൈവം കൃപയാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എൻ്റെ മുൻപിൽ വന്ന് എന്നോട് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച പോലെയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട്. ബ്രദറെ, ഞാൻ നല്ലൊരു തീരുമാനം എടുത്തതാണ് എൻ്റെ വിവാഹ ജീവിതം, പക്ഷെ അത് പരാജയപ്പെട്ടു ബ്രദറെ, ഇന്ന് ഡിവോഴ്സായി. ഞാൻ നല്ലൊരു കുടുംബത്തിൽ ഒന്നുമില്ലാത്ത, പാവപ്പെട്ട, പണമൊന്നുമില്ലാത്ത, വലിയ അഹങ്കാരമൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ നോക്കി അന്വേഷിച്ച് നടന്ന് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചതാണ്. പക്ഷെ എൻ്റെ പൊന്നു ബ്രദറെ, അത് വീട്ടിൽ കയറി വന്നപ്പോൾ തുടങ്ങി പ്രശ്നങ്ങളാണ്, ഒരുപാട് പ്രതികൂലങ്ങളാണ്. ഞാൻ വിചാരിച്ചത് അവൾക്കൊരു ആശ്വാസമാകട്ടെ എന്നാണ് കരുതിയത്. പക്ഷേ വീട്ടിൽ കയറി വന്നപ്പോൾ ഈ ചിന്തയൊക്കെ മാറി. മൊത്തം തീരുമാനം തെറ്റായിപ്പോയി ബ്രദർ. ഇങ്ങനെ പറഞ്ഞ വ്യക്തികളുണ്ട് എൻ്റെ മുമ്പിൽ. ഇങ്ങനെ പലതരത്തിൽ, വിവാഹമാകട്ടെ, ജോലി മേഖലകളാകട്ടെ, ഭൗതികമായ കാര്യങ്ങളും ആത്മീയമായ കാര്യങ്ങളും, പല കാര്യങ്ങളെടുത്ത തീരുമാനങ്ങളിൽ പരാജയപ്പെട്ട് വലിയ ദുഃഖത്തിലായിരിക്കുന്ന അനേക വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊരു വചനം വായിക്കുക, പ്രഭാഷകന്റെ പുസ്തകം തന്നെ 3-ാം അധ്യായം 24-ഉം 25-ഉം വാക്യം. നിങ്ങൾ സത്യവേദ പുസ്തകത്തിൽ ആ വചനം തപ്പരുത്. പ്രത്യേകിച്ച് യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരൊക്കെ ഈ ഗ്രൂപ്പിലുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകത്തിലാണെങ്കിൽ അങ്ങനെ ഒരു വചനം ഉണ്ടാവത്തില്ല. പകരം POC ബൈബിൾ ആണെങ്കിൽ, ചുമന്ന ബൈബിൾ ആണെങ്കിൽ അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. അത് ഡ്യൂട്രോ കാനോൻ എന്നറിയപ്പെടുന്ന 7 പുസ്തകങ്ങളിൽ നിന്നുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ന്റെ-24-25 വാക്യം. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്, അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആമേൻ. ഇവിടെ വചനം പറയുകയാണ്, വിവേകശൂന്യമായ തീരുമാനം എന്ത് സംഭവിച്ചിട്ടുണ്ട്? അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. നിന്റെ തീരുമാനം വിവേകത്തിലാണോ അതോ വിവേകശൂന്യമാണോ? വിവേകത്തിൽ നീ ഒരു തീരുമാനമെടുത്താൽ അത് നിന്റെ വഴി നേരെയാക്കും.
എന്നാൽ വിവേകശൂന്യമായൊരു തീരുമാനമെടുത്താൽ നിന്റെ വഴി തെറ്റി നശിച്ചു പോകും. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അബ്രാച്ചായൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ മോനച്ചായൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണെന്ന് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്നു ബ്രദറെ, അന്ന് ക്രിസ്തുവിനെ ജീസസ് വിഷനിലൂടെ കണ്ടെത്തിയില്ലെങ്കിൽ എപ്പോഴേ മൺമറഞ്ഞ് പോകേണ്ടതാ, എപ്പോഴേ തീരേണ്ടതാ. ദൈവം ഇത്രത്തോളം നടത്തിയില്ലേ, ദൈവം ഇത്ര എത്തിച്ചില്ലേ, എത്ര വർഷമായി കർത്താവ് നടത്താൻ തുടങ്ങിയിട്ട്. അതായത് PVS ഹോസ്പിറ്റലിൽ നിന്നും മോർച്ചറിയിലേക്ക് എടുക്കേണ്ട ഈ ശരീരത്തെ ഇന്നും കർത്താവ് നടത്തുന്നുണ്ടെങ്കിൽ ആ തീരുമാനം എത്രയോ ശ്രേഷ്ഠമാണ്. ആ തീരുമാനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി അച്ചായൻ അത് എടുത്തു പറയുകയും കൂടി ചെയ്ത കാര്യമാണ്. ഞാനപ്പം ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ, എൻ്റെയും തീരുമാനം അതൊക്കെ തന്നെയാണ്. കാരണം അന്ന് ക്രിസ്തുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോളിക് വെതറിൽ തീർന്നു പോകേണ്ടതാണ്, എത്രയോ തവണ മരിച്ചു പോകേണ്ടതാണ്, അന്നേ മരിച്ചു പോകേണ്ടത്. പക്ഷെ ഇന്നും ദൈവം നിർത്തിയിരിക്കുന്നത്, ഇന്ന് ദൈവം ഇന്ന് ഈ മൈക്ക് പിടിച്ചുവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുൻപിൽ വിശുദ്ധ കുർബാനയുടെ നടുവിൽ എടുത്തൊരു തീരുമാനം, ദൈവം സാക്ഷ്യപ്പെടുത്തി എടുത്തൊരു തീരുമാനത്തിൻ്റെ മേൽ ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ് ഇന്നും എന്നെ നിർത്തിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുക. വചനം പറയുകയാണ്, വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, എങ്ങനെയാണ് ഈ വിവേകം, എന്താണ് അതിന്റെ മാനദണ്ഡം? ഒരു ബേസിക് വേണമല്ലോ. എൻ്റെ അറിവാണോ വിവേകം? എൻ്റെ എക്സ്പീരിയൻസ് ആണോ വിവേകം? ഞാൻ ഇക്കാലം എത്രയും ഞാൻ കണ്ടതും കേട്ടതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണോ യഥാർത്ഥ വിവേകം കടന്നു വരുന്നത്? എന്താണ് വിവേകകരമായ തീരുമാനം? എന്താണ് വിവേകശൂന്യമായ തീരുമാനം? ഏതാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്? എവിടെ തീരുമാനം എടുത്താലാണ് കാര്യം ക്ലിയർ ആകുന്നത്? നമ്മളോട് കർത്താവ് ഇവിടെ പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. നേരത്തെ റിജോ ബ്രദർ പറഞ്ഞ പോലെ തന്നെ പഴയ നിയമദാസന്മാര് അവരുടെ ജീവിതത്തിൽ, അപ്പസ്തോലന്മാരാകട്ടെ, പഴയ നിയമത്തിലുണ്ടായിരുന്ന പ്രവാചകന്മാരാകട്ടെ, ദൈവദാസന്മാരാകട്ടെ, അവരെടുത്ത തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം അവരുടെ തീരുമാനമല്ല, പലതും ദൈവിക തീരുമാനങ്ങളായിരുന്നു. ആ തീരുമാനത്തിൽ അവർക്കെന്ത് സംഭവിച്ചു എന്ന് നോക്കുക. ഇന്ന് ഒരു ദൈവ പൈതലിന് നിന്റെ മുൻപിൽ നിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും വിശുദ്ധ ബൈബിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ 2026 ഈ ജെൻസി കാലഘട്ടത്തിൽ, അതായത് ലോകം മറ്റൊരു തരത്തിൽ പോകുന്ന ഈ കാലഘട്ടത്തിലും നാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. നാളെ എന്തൊക്കെ കണ്ടുപിടുത്തം നടക്കും നമുക്കറിയത്തില്ല. നാളെ ഇനി മറ്റേ റോബോട്ടും ചിട്ടിയൊക്കെ വരും നമുക്കറിയത്തില്ല. എല്ലാം വന്നാലും ഏത് കാലഘട്ടത്തിലേക്ക് ലോകം പോയാലും ആ കാലഘട്ടത്തിലും നിനക്ക് തീരുമാനമെടുക്കണമെങ്കിൽ പഴയ നിയമത്തിൽ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് അത് വളരെ ശ്രേഷ്ഠമാണെന്ന്. അതിലെടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ നീ ഒന്ന് വായിച്ചു നോക്കി. അവരെടുത്ത തീരുമാനങ്ങൾ പരാജയപ്പെട്ടതും അവരെടുത്ത തീരുമാനങ്ങൾ വിജയിച്ചതും നോക്കി നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്താലുണ്ടല്ലോ, അതിനെക്കുറിച്ച് പിന്നെ പിന്തിരിഞ്ഞു നോക്കണ്ട. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരൊറ്റ നിമിഷത്തെ വിശപ്പിന്റെ വിളിക്ക് വേണ്ടിയിട്ട് ഏസാവ് തന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. ഒറ്റ നിമിഷം. അവന്റെ അപ്പോഴത്തെ വയറിന്, ഉദരത്തെ മാത്രം നോക്കിക്കൊണ്ട്, ആ ഉദരത്തിന്റെ ആ വിശപ്പിനെ മാത്രം നോക്കിക്കൊണ്ട് അവൻ തന്റെ ജ്യേഷ്ഠാവകാശത്തെ തന്നെ അനിയനെ വിറ്റു. എന്ത് സംഭവിച്ചു? പിന്നീട് വചനം പറയുകയാണ്, പിന്നീട് ഒരിക്കലും അവന്റെ അവകാശം തിരിച്ചു വന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മുൻപിൽ കർത്താവ് വെക്കുന്ന പല കാര്യങ്ങളുണ്ട്, സാത്താൻ വെക്കുന്ന പല കാര്യങ്ങളുണ്ട്. നിന്റെ ഉദരത്തെ പ്രതി സാത്താൻ നിന്നെ പ്രലോഭിപ്പിച്ച് പല കാര്യങ്ങളും നിന്റെ മുമ്പിൽ വെക്കും. ദൈവം ചില അനുഗ്രഹങ്ങൾ വെക്കും. നീ ആ തീരുമാനം എടുക്കണ്ടേ, ഇത് വേണോ അതെയോ സാത്താൻ വെച്ച ഏതെങ്കിലും വേണോ? പിശാച് വെച്ച ലൗകികമായൊരു കാര്യം നമ്മുടെ മുൻപിൽ വന്ന് നമ്മളെ മാടി വിളിക്കുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കണം. കർത്താവ് തന്നത് മതിയോ അതെയോ സാത്താൻ വെച്ചത് വേണോ? നീ എടുക്കുന്ന തീരുമാനത്തെ പ്രതിയാണ് അത് അനുഗ്രഹമാകുന്നതും അത് ശാപമാകുന്നതും, അത് കഷ്ടമാകുന്നതും അനുഗ്രഹമാകുന്നതും. ഞാൻ പറഞ്ഞു, ഇന്ന് വിശുദ്ധ ബൈബിൾ എടുത്ത് നീ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ദൈവവചനത്തിൽ നീ വായിച്ചു നോക്കിയാൽ ഇന്നും നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും തീരുമാനമെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഈ വചനത്തിൽ വാക്കുകളുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ CM, നമ്മുടെ എന്താ പറയുക, വളരെ സന്തോഷത്തോടെ ചിരിയോടുകൂടി എല്ലാവരോടും സംസാരിക്കുന്ന നമ്മുടെ VD സതീശൻ, അദ്ദേഹം പറഞ്ഞൊരു സാക്ഷ്യം ഞാനിപ്പോൾ ഓർക്കുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്. അതായത് പ്രതിപക്ഷ നേതാവായി തന്നെ അവരോധിക്കുമ്പോൾ, തൻ്റെ നാമം പറയുമ്പം ആള് പിറ്റേ ദിവസം
വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ്, അത് ആ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ആളെടുത്ത് ഇത് എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, ആ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ല. വലിയൊരു ഉത്തരവാദിത്തമാണ് തന്റെ തലയിലേക്ക് ഏൽപ്പിക്കുന്നത്, വലിയൊരു ഉത്തരവാദിത്തം. അപ്പൊ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം എങ്ങനെ നടത്തും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആകുലതയിൽ അദ്ദേഹം പോയി എടുത്ത പുസ്തകം ബൈബിളാണ്. ആളെ സംബന്ധിച്ച് ആള് ഒരു ഹൈന്ദവ വിശ്വാസിയാണ്, ശക്തമായ ആ വിശ്വാസത്തിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഗുരുവായൂർ പോയി, ക്ഷേത്രനിടയിൽ പോയി അദ്ദേഹം പ്രവേശിച്ച് ഇതൊക്കെ ചെയ്തതാണ്. ആ ശക്തമായ വിശ്വാസം ഉള്ളപ്പോൾ തന്നെ ആള് ബൈബിൾ എടുത്ത് വായിക്കാൻ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ബൈബിൾ എടുത്ത് തുറന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് സോളമന്റെ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം. അതായത് സോളമനെ ദൈവം തെരഞ്ഞെടുക്കുകയും ദൈവം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവസന്നിധിയിൽ സോളമൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, ഈ ജനത്തെ നയിക്കേണ്ടതിനുള്ള ജ്ഞാനവും വിവേകവും ശക്തിയും ബുദ്ധിയും കർത്താവേ എനിക്ക് തരണമേ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് ഇദ്ദേഹത്തിന് മെസ്സേജായിട്ട് ലഭിച്ചത്. അതിന് മറുപടിയായിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ രാജ്യം, ഈ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നീ ചോദിച്ചത് ഈ ജനത്തിന് വേണ്ടിയിട്ടാണ്. നിനക്ക് സമ്പത്ത് ചോദിക്കാമായിരുന്നു, നിനക്ക് സൈന്യത്തെ ചോദിക്കാമായിരുന്നു, നിനക്ക് ആരോഗ്യത്തെ ചോദിക്കാമായിരുന്നു, നിനക്ക് ദീർഘായുസ് ചോദിക്കാമായിരുന്നു. പക്ഷേ ഇതൊന്നും ചോദിക്കാതെ ഈ ജനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിച്ചതിനാൽ മറ്റാർക്കും കൊടുക്കാത്തതിലും വലിയ ജ്ഞാനം, വലിയ വിസ്ഡം ഞാൻ നിനക്ക് തരും, ഏറ്റവും വലിയ വിജ്ഞാനം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞ് ആ വാക്യം അദ്ദേഹം വായിച്ചു. അദ്ദേഹം പറയുകയാണ്, തൻ്റെ സാക്ഷ്യത്തിൽ CM പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, ഒരധ്യായം ഞാൻ വായിക്കും. ഈ തീരുമാനം എന്നെ ശക്തനാക്കി, എന്നെ ബലപ്പെടുത്തി. പിന്നീടുള്ള 5 വർഷം പ്രതിപക്ഷ നേതാവായി ഇവിടെ നിന്നപ്പോൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുൻപ് ദൈവവചനം വായിച്ചു എന്നൊരു സാക്ഷ്യം ഒരു ഹൈന്ദവ വിശ്വാസി പറയുമ്പം ഞാൻ ആലോചിക്കുക, ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, 10-14 വർഷം മുൻപ് ഈ ബൈബിൾ എനിക്ക് അന്യമായിരുന്നു. ഈ ബൈബിൾ എനിക്ക് ഇച്ഛിച്ചിയായിരുന്നു, എനിക്ക് താല്പര്യമില്ലാത്തൊരു പുസ്തകമായിരുന്നു. ഇത് വായിക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് എപ്പോൾ തീരും, പെട്ടെന്ന് ഇത് വായിച്ചോ തീർക്ക് എന്ന് ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഇത് എൻ്റെ ജീവന്റെ പുസ്തകമായി മാറി, ഇതെൻ്റെ ജീവനായി മാറി. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ വിശ്വാസമോ ഈ അറിവോ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു CM-നെ പോലും അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് അവരോധിച്ച കാലഘട്ടത്തിലേക്ക് വന്നപ്പം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് ഈ ബൈബിളാണ്, അല്ലെങ്കിൽ ഈ വാക്യങ്ങളാണെന്ന് പറഞ്ഞും അദ്ദേഹം സാക്ഷ്യം പറയുന്നൊരു കാര്യമുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഈ ബൈബിൾ ഒന്ന് മറച്ചു നോക്കുമ്പം കർത്താവ് ഇന്നും നമ്മളോട് സംസാരിക്കുന്നത് പോലെ, ഇന്നും നമ്മളോട് ആരോ പേഴ്സണലി സംസാരിക്കുന്നത് പോലെ തോന്നുക. എന്നോടൊരു ഹൈന്ദവ സഹോദരൻ ഇതേ സാക്ഷ്യം തന്നെ വേറൊരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞ കാര്യം എന്താണ്, ചേട്ടാ കാര്യമൊക്കെ ശരിയാണ്, ബാക്കിയെല്ലാം ഓക്കെ, പക്ഷേ നിങ്ങളുടെ ബൈബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ വിഷമത്തോടെ ബൈബിൾ തുറന്നാൽ എനിക്ക് ആശ്വാസത്തിന്റെ വാക്ക് കിട്ടും, ഞാൻ സന്തോഷത്തോടെ ബൈബിൾ തുറന്നാൽ എനിക്ക് പ്രത്യാശയുടെ വാക്ക് കിട്ടും, ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കൺഫ്യൂഷനായി ഞാൻ ബൈബിൾ തുറന്നാൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന തരത്തിൽ എന്നെ നടത്തുന്ന വാക്യങ്ങൾ കിട്ടും. ഇതെങ്ങനെ ചേട്ടാ സംഭവിക്കുന്നത്? എത്ര ക്ലിയറായി, എത്ര ക്രിസ്റ്റൽ ക്ലിയറായി ഇത് എഴുതിയിരിക്കുന്നത്, വളരെ ശ്രേഷ്ഠമാണെന്ന് എന്നോടൊരു ഹൈന്ദവ പയ്യൻ. അവന് ബൈബിളിനെ കുറിച്ച് അഗാധ്യമായ പാണ്ഡിത്യമൊന്നുമില്ല, പക്ഷെ അവൻ ബൈബിൾ വായിക്കും. ഇങ്ങനെ എല്ലാവർക്കും ദൈവവചനം ഒരു സാക്ഷ്യമാകുമ്പം ക്രിസ്ത്യാനിക്ക് ഇപ്പോഴും ഇത് അന്യമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, പലർക്കും ഇതിനൊരു താല്പര്യമില്ല. നമ്മൾ നോക്കുക, നമ്മൾ ഏതെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ഒരാളോട് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, നൊവേനയെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, ബൈബിൾ വചനം എടുത്ത് പറഞ്ഞാലുണ്ടല്ലോ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദൈവവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ പാസ്റ്ററാണോ, നീ പെന്തക്കോസ്താണോ? അടുത്ത ചോദ്യം വന്നു കഴിഞ്ഞു. അവിടെ ഇന്ന് വചനം ഓരോരുത്തരും, അതായത് വിശ്വാസി അല്ലാത്തവര് ഈ വചനത്തെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾക്ക് പലർക്കും താല്പര്യമില്ലാത്തൊരു കാര്യം അത്. പ്രിയമുള്ളവർ, ഇന്ന് ദൈവവചനത്തിന്റെ മുൻപിൽ നീ ഒരു തീരുമാനം എടുത്താലുണ്ടല്ലോ, കർത്താവിന്റെ വചനത്തെ സാക്ഷി നിർത്തി ഒരു തീരുമാനം എടുത്താൽ അത് പരാജയപ്പെടത്തില്ല. അത് ശ്രേഷ്ഠമായ ഏറ്റവും നല്ലൊരു തീരുമാനമായി ദൈവം അതിനെ തിരഞ്ഞെടുക്കുമെന്ന് വ്യക്തമാ, അതിൽ യാതൊരു സംശയവുമില്ല. വചനം നമുക്ക് പറയുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നമ്മളോട് പറയുന്ന ഒരു കാര്യം നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-24 വാക്യം.
എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. അതിന് 23-ാം വാക്യം പറയുകയാണ്, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് തരും. അതാ വാഗ്ദാനം. നിങ്ങൾ പിതാവിൻ്റെ മുൻപിൽ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് തരും. അപ്പൊ നമ്മളൊന്ന് ചോദിച്ചേ, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുക, നാളെ എന്നെ ഇലോൺ മസ്ക് ആക്കാൻ പറ്റും? ഇലോൺ മസ്ക് എന്ന് പറഞ്ഞ ആൾ മനസ്സിലായോ? മറ്റേ ബണ്ണ് മസ്ക് അല്ല, തിന്നണ സാധനമല്ല, ലോകത്തെ ഏറ്റവും പണക്കാരനായ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. ആരാണ്ടൊക്കെ കണ്ണ് തുറപ്പിച്ച് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഒന്ന് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, നടക്കില്ലടാ, അതൊന്നും നടക്കൊന്നുമില്ല. അല്ല വേണ്ട, ഞാൻ നാളെ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ നടക്കുമോ? അല്ല, വചനം പറഞ്ഞ അങ്ങനെയാണല്ലോ. യേശുവിന്റെ നാമത്തിൽ നീ എന്ത് ചോദിച്ചാലും തരും. നീ ചോദിക്കുന്നത് എന്തും തരും. ഇവിടെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. നമ്മൾ സംഖ്യാപുസ്തകം അതിൻ്റെ 32-ാം അധ്യായം എടുക്കുക. 32-ാം അധ്യായം, സംഖ്യ 32-ന്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. പഴയ നിയമത്തിൽ ഇതേ വചനത്തിന് രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ചില സാമ്യങ്ങൾ, ചില ഉപദേശങ്ങൾ തരുന്ന 1-2 വാക്യങ്ങളാണത്. അത് നമ്മളൊന്ന് വായിക്കുക. 1 മുതൽ ഒന്ന് വായിച്ചു. റൂബന്റെയും ഗാദിന്റെയും സന്തതികൾക്ക് വളരെയേറെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. യാസേർ, ഗിലെയാദ് എന്നീ പ്രദേശങ്ങൾ നല്ല മേച്ചിൽ സ്ഥലമാണെന്ന് അവർ കണ്ടു. അതിനാൽ അവർ മോശയോടും പുരോഹിതനായ എലയാസറിനോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു, അത്തരോത്ത്, ദീബോൻ, യാസർ, നിമ്ര, ഹെഷ്ബോൺ, എലയാല, സെബാം, നെബോ, ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പാകെ കീഴടക്കിയ ദേശം മേച്ചിൽ സ്ഥലമാണ്. ഈ ദാസർക്ക് ആടുമാടുകൾ ഉണ്ട് താനും. ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ ജോർദാന്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുതേ. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇവിടെ വചനം പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ കഴിയുമെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പം സംഖ്യാപുസ്തകം 32-ാം അധ്യായം മുഴുവൻ വായിക്കണം. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഇത് മുഴുവൻ വായിച്ച് അതിൻ്റെ ആശയങ്ങൾ പറയാനുള്ളൊരു സമയമില്ല. നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന കാര്യം വെച്ചിട്ട് നിങ്ങളതൊന്ന് വായിച്ചാൽ മതി. അതായത്, ദൈവം ഒരു വാഗ്ദാനം ഇസ്രായേൽ ജനത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അബ്രാഹത്തിന്, ഇസഹാക്കിന്, യാക്കോബിന് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. ഞാൻ നിനക്കൊരു ദേശം തരും, കാനാൻ ദേശമാണ് ഈ ശ്രേഷ്ഠമായ അവകാശം, ഞാനത് മുഴുവൻ നിനക്ക് തരാം. ഈ കാനാൻ ദേശം എന്ന വാഗ്ദത്തം നിനക്ക് തരാമെന്ന് പറഞ്ഞ് അബ്രാഹത്തിന് കൊടുത്ത ഈ വാഗ്ദത്തം, ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത ഈ വാഗ്ദത്തത്തിന് ശേഷം 430 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞ് അവിടെ നിന്ന് മോശയുടെ കരങ്ങളിലൂടെ തന്റെ ജനത്തെ വിടുവിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ആദ്യം ചെങ്കടൽ കടത്തി, അതിനുശേഷം ജെറീക്കോ തകർത്തു, അതിനുശേഷം ഈ മരുഭൂമിയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പം വളരെ പച്ചപ്പുള്ള, വളരെ നല്ല പ്രദേശമായി ഒരുപാട് സ്ഥലങ്ങളെ 2 ഗോത്രക്കാർ കാണുകയാണ്. ആരൊക്കെയാണ് 2 ഗോത്രം? ഒന്ന് റൂബൻ, 2 ഗാദ്. ഈ 2 ഗോത്രവും ഈ ദേശം കണ്ടു. ഈ സ്ഥലങ്ങൾ മുഴുവൻ കീഴടക്കി. ഞങ്ങൾക്ക് അനേകം ആടുകളുണ്ട്, അനേകം കാളക്കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം. ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഈ പ്രദേശത്ത്, ഈ പച്ചപ്പുള്ള ഈ ദേശത്ത് ഞങ്ങൾ ഇവിടെ ആയിരുന്നോളാം. വളരെ നല്ല തീരുമാനം, വളരെ ശ്രേഷ്ഠമായൊരു തീരുമാനം. ഞങ്ങൾ ഇവിടെ ആയിരുന്നോളാം. യഥാർത്ഥത്തിൽ മോശ അതിനൊരു തീരുമാനം പറയേണ്ടത്, ഞാനാണ് മോശയുടെ സ്ഥാനത്തെങ്കിൽ. കാനാൻ ദേശത്ത് ചെല്ലുമ്പോൾ 12 ദേശക്കാർക്ക്, 12 ഗോത്രക്കാർക്ക് വീതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം ഇനി എത്ര പേർക്ക് കൊടുത്താൽ മതി? 10 ഗോത്രക്കാർക്ക് കൊടുത്താൽ മതി. 2 ഗോത്രക്കാർ പറഞ്ഞത്, ഞങ്ങൾ ഇപ്പുറത്ത് കിടന്നോളാം, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ മക്കളും ഭാര്യമാരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ സന്തോഷമായിട്ട് ജീവിച്ചോളാം, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ നോക്കുമ്പം യഥാർത്ഥത്തിൽ മോശ ഭൗതികമായ കണ്ണുകൊണ്ടാണ് ഒരു തീരുമാനം പറയണമെങ്കിൽ മോശ പറയേണ്ടത്, ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്കുള്ളത് കിട്ടിയല്ലോ, അപ്പൊ ഞങ്ങൾ എന്നാ പോയി ബാക്കിയുള്ളത് കീഴടക്കി ബാക്കിയുള്ള കാര്യം നടത്താം എന്നുള്ളതാണ് മോശ പറയേണ്ടത്. എന്നാൽ മോശ ഇവിടെ പറയുന്ന കാര്യം വളരെ വ്യത്യസ്തമാണ്. മോശ ഗാദിനെയും റൂബന്റെയും സന്തതികളോട് പറഞ്ഞു, സഹോദരന്മാരെ, യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിന് നിങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? എന്നിട്ട് വളരെ വളരെ ശക്തമായി മോശ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്.
അതെനിക്ക് ആ വാക്യം ഞാൻ വായിക്കുമ്പം, അതായത് 23-ാം വാക്യം, പല രീതിയിൽ മോശ അത് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. നിങ്ങളിത് ചെയ്യരുത്, നിങ്ങളിവിടെ കഴിയണം, നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ആ 23-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും, നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. അതായത് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ്? നിങ്ങൾ വരണം. എങ്ങനെ? നിങ്ങൾ വന്ന് ഇത് കീഴടക്കിയേ പറ്റൂ, നിങ്ങൾ ഇവിടെ കഴിയരുത്. നിങ്ങളിവിടെ കഴിയുന്നത് ദൈവഹിതമല്ല. കാരണം ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്ത ദേശം കാനാനാണ്. ആ വാഗ്ദത്ത ദേശം അതായിരിക്കെ നീ ഇവിടത്തെ പച്ചപ്പ് കണ്ട് ഇവിടെ കഴിയരുത്, ഇവിടെ നിൽക്കരുത്. ഇത് ശരിയുള്ള കാര്യമല്ല, ഇത് ശരിയായ ഒരു തീരുമാനമല്ല. ഇതൊരു പക്ഷെ ചുറ്റുമുള്ള മറ്റ് ഗോത്രത്തിലുള്ളവർക്ക് ഒരു തെറ്റായ സന്ദേശം കൊടുക്കും, ഒരു തെറ്റായ മെസ്സേജ് ആയിരിക്കും കൊടുക്കുക. അവരും മടിയന്മാരാകും. കാനാൻ ദേശം കീഴടക്കുന്നതിൽ നിന്നും അവർ പിന്മാറും ഒരു പക്ഷേ. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് ആദ്യം സൂചന കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് പറയും, അല്ല അങ്ങനെയല്ല, ഞങ്ങളുടെ ആടുമാടുകളും മക്കളും കാര്യങ്ങളും മാത്രമേ ഇവിടെ ഉള്ളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരും, എന്നിട്ട് കാനാൻ ദേശം മുഴുവൻ കീഴടക്കും, കീഴടക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നോളാം. അപ്പോഴും മോശ പറയുന്നുണ്ട്, അത് ഓക്കെ, പക്ഷേ അതല്ല ദൈവിക വാഗ്ദാനം എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ദൈവിക വാഗ്ദാനം അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അതിനു മുൻപ് മോശ തന്നെ ഉറ്റുനോക്കാൻ പോയവർ ചെയ്ത തിന്മ പ്രവൃത്തി, അതായത് കാലേബും ജോഷുവും അല്ലാതെ മറ്റ് 10 ഗോത്രത്തിലും ഉണ്ടായിരുന്നവർ ഉറ്റുനോക്കി അവർ ഭയപ്പെട്ട് തിരിച്ചു വരികയും നമുക്ക് ദൈവം ഈ രാജ്യം തരത്തില്ല എന്ന് പറയുകയും അങ്ങനെയുള്ളവരെ ദൈവം കാനാൻ ദേശത്ത് പ്രവേശിപ്പിക്കാതെ അവിടെ നശിപ്പിക്കുമെന്ന് തീരുമാനമെടുത്ത കാര്യമെല്ലാം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവന്മാരപ്പോഴും പറയുന്ന കാര്യം എന്നാ? അങ്ങനെയല്ലെന്നേ, ഞങ്ങൾ വരാം യുദ്ധത്തിന്, ഞങ്ങൾ അവരെ കീഴടക്കാം, അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നോളാം, പ്രശ്നമില്ലല്ലോ, അത് ഓക്കെ ആണല്ലോ എന്ന് പറയുക. അവസാനം മോശ ഇത് തീരുമാനം ഏറ്റെടുക്കുകയും മോശ സമ്മതിക്കുകയും ചെയ്തു. ദൈവവും മോശയും ഒരേ രീതിയിലാണ് തീരുമാനമെടുക്കുന്നത്. ചില കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറയും നോ എന്ന് പറയും. ഈ നോ എന്ന് പറഞ്ഞാലും അതിനുശേഷം നമ്മൾ വീണ്ടും കർത്താവിനോട് ചോദിക്കണേ, അല്ല കർത്താവേ, നല്ല രാജ്യമാണ് അയർലൻഡ്, നല്ല രാജ്യമാണ് UK, നല്ല രാജ്യമാണ് കർത്താവേ ഓസ്ട്രേലിയ, നല്ല ശമ്പളമുണ്ട് കർത്താവേ, എന്നാ പിന്നെ നിന്റെ ഇഷ്ടം. പിന്നെ കർത്താവ് പിന്തിരിപ്പിക്കുന്ന ഒരു പരിപാടിയില്ല, പിന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു പരിപാടിയില്ല. ആദ്യം പറയും, മുൻപിൽ കൃത്യമായൊരു തീരുമാനം പറയും. ഈ തീരുമാനത്തെ നീ ഏറ്റെടുക്കുകയോ നീ തള്ളിക്കള, അത് നിന്റെ ഇഷ്ടമാണ്, അതിനകത്ത് ഒരു പ്രശ്നവും കർത്താവിനില്ല. പക്ഷേ നമ്മൾ നോക്കണം, ആ തീരുമാനം എടുത്തിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കണം. നമ്മൾ ജസ്റ്റ് ഒരു മാപ്പ് ഒന്ന് ഷെയർ ചെയ്യുക. അതായത് അവർക്ക് അവകാശമായി കിട്ടിയ സ്ഥലമാണ് ഇപ്പം നിങ്ങൾക്ക് ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതായത് അവിടെ 2 സ്ഥലം, ഒന്ന് റൂബന് കൊടുത്ത സ്ഥലം, 2 ഗാദിന് കൊടുത്ത സ്ഥലം. ആ ചുമന്ന കളറിൽ കിടക്കുന്നതാണ് ഗാദിന് കൊടുത്ത സ്ഥലം. ആ താഴെ കാണുന്ന ആ ഒരു ഓറഞ്ച് കളറല്ലേ ഇത്? അതെ, ഓറഞ്ച് കളറിൽ കിടക്കുന്നതാണ് റൂബന് കൊടുത്ത സ്ഥലം. എന്നാൽ അതിന് മുകളിൽ ഒരു പച്ച കളറിലുള്ളൊരു സ്ഥലം കണ്ടോ? മനാസയ്ക്ക് കൊടുത്തൊരു സ്ഥലം കണ്ടോ? സത്യത്തിൽ ഈ കാര്യം ഇവിടെ 32-ാം അധ്യായത്തിൽ പറയുമ്പോൾ റൂബനും ഗാദും മാത്രമേ ഈ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൂ. റൂബനും ഗാദും മാത്രമേ ഈ റിക്വസ്റ്റ് ചെയ്തുള്ളൂവെങ്കിലും റൂബന്റെയും ഗാദിന്റെയും ഗോത്രത്തിലുള്ള മക്കളെയും പരിവാരങ്ങളെയും അവിടെ നിർത്തി അതിനു ചുറ്റും കോട്ടയൊക്കെ കെട്ടി അവര് വീണ്ടും ജോർദാൻ കടന്ന് അപ്പുറത്ത് കടന്ന് ആ ദേശം മുഴുവൻ സ്വന്തമാക്കാൻ യുദ്ധത്തിന് പോയി. അവസാനമായി കഴിഞ്ഞപ്പോൾ മനാസയുടെ അർദ്ധഗോത്രം പറഞ്ഞു, ഞങ്ങൾക്കും ജോർദാന്റെ ഇക്കര മതി, ഞങ്ങൾക്കും അവകാശം ജോർദാന്റെ ഇക്കര മതി. നിങ്ങൾ നോക്കിക്കോ, മനാസയ്ക്ക് 2 സ്ഥലങ്ങളെ കാണാൻ പറ്റും. അതായത് അവിടെ പച്ചക്കളറിൽ കാണുന്ന ഒരു മനാസയും കാണാം, ഇപ്പുറത്ത് ജോർദാന്റെ ഇക്കരെ നമ്മൾ അതിന്റെ നടുക്ക് വലിയൊരു പ്രദേശം മനാസ എന്ന് പറയുന്ന ഒരു ആഷ് കളറിലെ ഒരു ഏരിയയും കാണാം. ഇങ്ങനെ 2 സ്ഥലങ്ങളും മനാസയ്ക്ക് കൊടുത്തു. അതായത് മനാസയുടെ അർദ്ധഗോത്രത്തിന് ഇപ്പുറയും ജോർദാന്റെ ഇപ്പുറയും, അർദ്ധഗോത്രത്തിന് മനാസയുടെ ഇപ്പുറയും കൊടുത്തു. ഇങ്ങനെ 2 തരത്തിലും മനാസയ്ക്ക് സ്ഥലം കൊടുത്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ വളരെ കൃത്യമാണ് ഈ ഒരു ഗോത്രത്തെ എന്ത് ചെയ്തു? വഴിതെറ്റിച്ചു. ആര്? ഇവരുടെ ഈ തീരുമാനം, റൂബന്റെയും ഗാദിന്റെയും തീരുമാനം അവരെ കൂടി അതിലേക്ക് പ്രലോഭനാക്കി. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ നോക്കുക, ഇത് ജോർദാൻ റിവറിന്റെ ഇപ്പുറത്താണ്. ഇവര് തീരുമാനം പറയുക, ഞങ്ങൾ ജോർദാന്റെ ഇക്കരെ തിരിച്ചു പോന്നോളാം, ഞങ്ങൾ ഇവിടെ ആയിരുന്നോളാം എന്ന് പറഞ്ഞു. ദൈവം വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്ത ദേശത്തേക്ക് യൂദയെയും ദാൻ ഗോത്രത്തെയും ബെഞ്ചമിനെയും എഫ്രായിമിനെയും മനാസയെയും എല്ലാവരെയും ഇപ്പുറത്ത് കൊണ്ടുവന്ന ദൈവം
ആ വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം വെച്ചു കൊടുത്തു. എന്ത് സംഭവിച്ചു? കാലങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു മാപ്പിലേക്ക് നമ്മളൊന്ന് കടന്നു വരിക. ഇന്നത്തെ മാപ്പിലേക്ക് ദൈവം വീണ്ടും യേശുക്രിസ്തുവിൻ്റെ കാലം വന്നു. അതിനുശേഷം പിന്നീട് ഒരുപാട് കാലങ്ങൾ ഇന്ന് കടന്നുപോയി. നമ്മൾ ഇന്ന് 2026 ജീവിക്കുകയാണ്. നമുക്കറിയാം, AD 70-കളിൽ ഇസ്രായേലിന് തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു. AD 150-കളോടുകൂടി പൂർണ്ണമായി ഇസ്രായേൽ തൻ്റെ രാജ്യത്തു നിന്നും ചേക്കേറി പല രാജ്യങ്ങളിലേക്ക് പോയി. പല രാജ്യങ്ങൾ അവിടെ അധികാരം സ്ഥാപിച്ചു. പല അറബി രാജ്യങ്ങളും പല രാജ്യങ്ങളും അവിടെ അധികാരം സ്ഥാപിച്ചെല്ലാം കഴിഞ്ഞ് വീണ്ടും 1948-ൽ തിരിച്ച് ഇസ്രായേൽ വീണ്ടും രൂപീകരിക്കപ്പെട്ട് ഇത്രയും കാലത്തിന് ശേഷം അവർക്ക് അവരുടെ രാജ്യം ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിൽക്കുന്നത്? ഈ ജോർദാൻ്റെ അപ്പുറയുള്ള ഈ പറയുന്ന ഇസ്രായേൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഏരിയ മാത്രം, ദൈവം വാഗ്ദത്തം കൊടുത്ത ദേശം മാത്രമാണ് ഇന്നും അവരുടെ കയ്യിലുള്ളത്. അവർ പല യുദ്ധങ്ങളിലും ഇപ്പുറത്തേക്ക് പിടിച്ചുവെങ്കിലും അവർക്കത് വേണ്ട, അവർ തിരിച്ചു കൊടുത്തു. ജോർദാൻ്റെ ഇക്കരെ പോലും അവർ പലതും തിരിച്ചു പിടിച്ചെങ്കിലും അവരതെല്ലാം തിരിച്ചു കൊടുത്തു. ഇവിടെ ദൈവം എന്തുകൊണ്ടാണ് ഇസ്രായേൽ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യം, കാനാൻ ദേശം ദൈവം അവകാശമാക്കി കൊടുത്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മാപ്പിൽ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇവര് ആദ്യം അവകാശം സ്ഥാപിച്ച സ്ഥലം, അതായത് ജോർദാൻ്റെ ഇക്കരെ അവർ അവകാശം സ്ഥാപിച്ച സ്ഥലത്തിൻ്റെ വടക്ക് അത് സിറിയയാണ്. വടക്ക് സിറിയയാണ്. തെക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മോവാബ് രാജ്യമാണ്. കിഴക്ക് നോക്കിക്കഴിഞ്ഞാൽ അമോന്യ രാജ്യമാണ്. അതായത് ഇന്നത്തെ ജോർദാൻ്റെ തലസ്ഥാനമാണ് അമോൻ. ഇങ്ങനെ ഈ 3 സ്ഥലങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം, കർത്താവ് നിന്റെ ചുറ്റും ശത്രുക്കൾ ശക്തമായി നിൽക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലം ജോർദാൻ്റെ ഇക്കരെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തോട് പറയുന്നേ, നിനക്കുള്ള അവകാശം ഇപ്പുറത്താ ഞാൻ വെച്ചിരിക്കുന്നത്. അവിടെ ദൈവികമായൊരു സംരക്ഷണമുണ്ട്. ദൈവത്തിനൊരു കരവലയം അതിന് ചുറ്റുമുണ്ട്. മാത്രമല്ല, ഒരു ജോർദാൻ നദി നീണ്ടൊഴുകുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറയാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്ഥലം വെച്ചിരിക്കുന്നത്, ഒരു അവകാശം വെച്ചിരിക്കുന്നത്. എന്നാൽ അവർ തങ്ങളുടെ തീരുമാനമെടുത്ത്, അവർ തന്നെ ഇഷ്ടപ്പെട്ട് അവർ ഒരു തീരുമാനമെടുത്തിട്ട്, കൊള്ളാൻ നല്ല പച്ചപ്പുള്ളതാണെന്ന് പറഞ്ഞ് ഇപ്പുറത്ത് സ്ഥലം അവകാശമായി നിന്ന് കഴിഞ്ഞപ്പം ആ തീരുമാനത്തിന് മേൽ ദൈവം പ്രവർത്തിച്ചില്ല. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ഈ പറയുന്ന ഗോത്രങ്ങൾ നശിച്ചതാണ് ചരിത്രം പറയുന്നത്. പിന്നീട് അങ്ങോട്ട് വലിയ പ്രതികൂലങ്ങളിലൂടെ, കാരണം ചുറ്റുമുള്ള 3 രാജ്യങ്ങളും, അതായത് അമോന്യരാകട്ടെ അതുപോലെ മോവാബരാകട്ടെ, ഇവരെല്ലാം ഇവർക്കെതിരെ ശക്തമായി വരികയും വലിയ യുദ്ധങ്ങൾ വരികയും വലിയ പ്രതികൂലങ്ങൾ വരികയും ചെയ്ത് പിന്നീട് വചനത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവം നിന്നെ ഒരു സ്ഥലത്താക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനമാണ്. നമ്മൾ അതിൻ്റെ മേൽ കയറി ഒരു തീരുമാനമെടുത്താൽ ദൈവം നോ എന്നും പറയത്തില്ല. ദൈവം പറയും നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തു. പക്ഷെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം അതായത് നമ്മൾ പഴയത് വായിക്കുമ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അബ്രാഹത്തിൻ്റെ ലോത്തിൻ്റെയും കാര്യം 13-ന്റെ 8, 9, 10 വാക്യങ്ങൾ, ഉൽപ്പത്തി 13-ാം അധ്യായം അതിൻ്റെ 8, 9, 10 വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ ഇതേ കാര്യം, ഇതേ തീരുമാനം അവിടെ ലോത്തെടുത്തിട്ട് എന്ത് സംഭവിച്ചു എന്നുകൂടെ നമുക്കവിടെ വചനത്തിലൊന്ന് വായിച്ചു നോക്കാം. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുൻപിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. അബ്രഹാം ഒരിക്കലും ഒരു തീരുമാനം എടുക്കുന്നില്ല. അബ്രഹാം പറയുന്നത്, നീ ഇഷ്ടമുള്ള തീരുമാനം എടുത്തോ. നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോകും, നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോകും. കാരണം അബ്രഹാമിന്റെ തീരുമാനം ദൈവത്തിന് വിടുകയാണ്. അബ്രഹാം ഒരു തീരുമാനം എടുക്കുന്നില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? ലോത്ത് എങ്ങനെയാണ് തീരുമാനമെടുത്തത്? അത് കൃത്യമായിട്ട് ആ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. അതായത് ഈ സോദോമും ഗൊമോറയും നിൽക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന ജോർദാന്റെ ഈ ഫലപുഷ്ടമായ പ്രദേശം. ഈ പ്രദേശത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. വളരെ പച്ചപ്പുള്ള, വളരെ ശ്രേഷ്ഠമായ, വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന ജോർദാന്റെ ഈ തീരപ്രദേശം. അതുകൊണ്ട് ലോത്ത് ഒരു തീരുമാനമെടുത്തു, ഓക്കെ ഗുഡ്, ജോർദാൻ നല്ലത്, അത് ഞങ്ങൾക്ക് കൊള്ളാം. എന്ത് സംഭവിച്ചു എന്ന് തൊട്ടടുത്ത വാക്യത്തിലുണ്ട്, എനിക്ക് വായിപ്പിക്കാൻ നേരമില്ല, നിങ്ങൾ വായിച്ചാൽ മതി. നമുക്കറിയാം പിന്നീട് സംഭവിച്ചത്. ലോത്തിനെ
അവിടെ ഉണ്ടായിരുന്ന ചുറ്റുമുള്ള രാജാക്കന്മാർ വന്ന് കീഴ്പ്പെടുത്തുകയും പിന്നീട് അബ്രഹാമും സൈന്യവും പോയിട്ട് ലോത്തിനെ വിടുവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ആ സമതല പ്രദേശത്തിൻ്റെ കൂടെയുള്ള ഈ പറയുന്ന 2 പ്രധാനപ്പെട്ട പ്രദേശം സോദോമും ഗൊമോറയും ദൈവം നശിപ്പിക്കുന്നു. കാരണം അത് തിന്മയിലേക്ക് പോയി, ശാപത്തിലേക്ക് പോയി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞു, നമ്മൾ പുറപ്പാടിലേക്ക് എത്തി, സംഖ്യയിലേക്ക് വരുമ്പം അവിടെ ഈ ജനത്തിന് അറിയാം ഇങ്ങനെ ഒരു തീരുമാനം പണ്ടെടുത്തതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്ന്. തങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൻ്റെ പ്രതിസന്ധി എന്തായിരുന്നു എന്ന്. അവരൊരു തീരുമാനമെടുക്കുക, ജോർദാന്റെ മറുകരയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ ജോർദാന്റെ സ്ഥലത്തിനൊരു പ്രശ്നമുണ്ട്. കാരണം ദൈവം പണ്ട് ഈ പറയുന്ന 2 സ്ഥലത്തെയും ദൈവം ശപിച്ചതാ, ദൈവം നശിപ്പിച്ചതാ എന്നൊരു ബോധ്യം ഈ പറയുന്ന ഗാദ് ഗോത്രത്തിനോ റൂബൻ ഗോത്രത്തിനോ ഉണ്ടായിരുന്നെങ്കിൽ, തങ്ങളുടെ പിതാക്കന്മാർ അബ്രാഹമിന്റെ സഹോദരനായ ലോത്തും എടുത്ത തീരുമാനത്തിന്റെ കൂടെയല്ല ദൈവം നിന്നത് എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും റൂബനും ഗാദും ഈ തീരുമാനം എടുക്കത്തില്ലായിരുന്നു. ആ വചനത്തെ നോക്കിയിട്ടാണ് തീരുമാനം എടുത്തതെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. അവർ കാനാൻ ദേശത്ത് സന്തോഷത്തോടെ കഴിഞ്ഞേനെ. പക്ഷേ അവർ അവരുടേതായിട്ടുള്ള കണ്ണുകൊണ്ട് കണ്ട സന്തോഷം വെച്ചൊരു തീരുമാനമെടുത്തു. എന്ത് സംഭവിച്ചു? വലിയ കഷ്ടത്തിലേക്ക്, വലിയ ദുരിതത്തിലേക്ക് അവർ കടന്നുപോയി. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. നമുക്ക് ദൈവവചനത്തിൽ നിന്നൊരു തീരുമാനമെടുക്കാൻ നമുക്ക് താല്പര്യമില്ല. അപ്പസ്തോലന്മാർ പോയ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് താല്പര്യമില്ല. വിശ്വാസപരമായ കാര്യത്തിലാകട്ടെ, നമ്മുടെ പേഴ്സണൽ കാര്യത്തിലാകട്ടെ, ദൈവദാസന്മാർ അല്ലെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാർ, സുവിശേഷകർ, ഇവരൊന്നും എടുത്ത തീരുമാനമെടുക്കാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള തീരുമാനമാണ് നമ്മുടെ ശ്രേഷ്ഠം. നമ്മൾ നോക്കുന്നത് അവരെന്ത് ചെയ്തു എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കാൻ നമുക്ക് താല്പര്യമില്ല. പകരം നമ്മൾ നമ്മുടെ തീരുമാനത്തിൻ്റെ പിന്നാലെ പോകും. എന്ത് സംഭവിക്കും? നമ്മുടെ തീരുമാനം പരാജയപ്പെടുന്നതാണ് പലയിടത്തും കാണുക. പലയിടത്തും നമ്മുടെ തീരുമാനം പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്. നിങ്ങൾ ഒറ്റ തീരുമാനമെടുക്കുമ്പോൾ, ഏത് പ്രധാനപ്പെട്ട കാര്യത്തിനും നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ, വിവേകം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ വിവേകശൂന്യമായ തീരുമാനം അനേകരെ അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പം നമ്മുടെ എക്സ്പീരിയൻസും ചിന്തയും വെച്ചിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ഞാൻ എൻ്റെ പുറകോട്ട് ഞാൻ ചിന്തിക്കുമ്പം എൻ്റെ 24-ാം വയസ്സിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 20-ാം വയസ്സിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. 20-ാം വയസ്സിൽ ഞാൻ എടുത്ത തീരുമാനം ആ പ്രായത്തിൽ എൻ്റെ ശരിയായിരുന്നു. ആർക്കും എന്നെ കുറ്റപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അന്ന് എൻ്റെ ശരിയായിരുന്നു. ഞാൻ മറ്റുള്ള ആരെയും നോക്കിയിട്ടില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ആ 20-ാം വയസ്സിൽ എൻ്റെ തീരുമാനം എൻ്റെ ശരികളായിരുന്നു. ഇന്ന് ഞാൻ ആ തീരുമാനത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം ഇമാതിരി മണ്ടത്തരമാണല്ലോ ഞാനന്ന് കാണിച്ചു വെച്ചത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നാം. ജയ്മോൻ ബ്രദറെ ഒന്ന് തിരിഞ്ഞു നോക്കി. അല്ല, പുറകിലേക്ക് നോക്കിയാൽ ചുമര് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്കറിയാം. ഞാൻ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞത് പഴയ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. അന്ന് ആവേശം കൊണ്ട് എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ പ്രവീൺ ബ്രദറെ? നമ്മുടെ ആവേശം മൂത്ത് ചെറുപ്പകാലത്ത് എന്തൊക്കെ മണ്ടത്തറ കാണിച്ചു വെച്ചിരിക്കുന്നത്. അന്ന് നമ്മുടെ ശരികളായിരുന്നു. ഇന്ന് ഈ അറിവുള്ള കാലത്ത്, ഈ വചനം അറിഞ്ഞ കാലത്തൊന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നടക്കുമോ? നടക്കാൻ പോകുന്നില്ല. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചെയ്തിട്ടുണ്ടെങ്കിൽ വഴി കൂടെ പോയി ഒരുത്തന്നെ കൈയും കാലും തല്ലി ഒടിച്ചത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. അവനാണെങ്കിൽ മാവേലിക്കരയോ അവിടെ കണ്ട പറഞ്ഞേ, ഏതൊരു ദൂരെയുള്ള സ്ഥലമാണ്. അവനോടൊന്ന് ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടം വരെ പോയി പിന്നെ അവനെ കണ്ടുപിടിക്കണം. അവന് ഇനിയിപ്പോൾ എവിടെ ആവും? വെറുതെ വഴി കൂടെ പോയവനെ എന്തോ വാക്ക് തർക്കം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല. അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചുള്ളൂ, ഞാൻ ഒന്നും ചെയ്തില്ല. അന്നത്തെ അവൻ്റെ ശരിയായിരുന്നു അത്. ഇന്ന് അങ്ങനെയുള്ള ചില കാര്യത്തെ പ്രതി ഇന്ന് ഈ പയ്യൻ കഷ്ടത അനുഭവിക്കുക, ചില പ്രതിസന്ധികൾ അവൻ അനുഭവിക്കുക. അപ്പൊ അവൻ ഞങ്ങളോട് പറയുക, ഒരു രക്ഷയില്ല ബ്രദറെ, ഒരു രക്ഷയില്ല. ഞാൻ അവനോട് പറഞ്ഞു, നീ ഇത് അനുഭവിച്ചേ പറ്റൂ. കാരണം നിന്റെ ചെറുപ്പകാലത്ത് നിന്റെ ആവേശം മൂത്ത് നീ ചെയ്തു വെച്ചതിന്റെ പലതിൻ്റെയും ശിക്ഷ നിന്നെ പിന്തുടരുക. നമ്മൾ ഈ സംഖ്യാപുസ്തകത്തിലെ അതിന്റെ 32-23 നമ്മളെന്താ വായിച്ചത്? കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും, നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് ഓർത്തുകൊള്ളുക. എന്താ അവരുടെ തീരുമാനം? കർത്താവിനെതിരെയുള്ള പാപം എന്താ? ഞങ്ങൾ ഈ സ്ഥലം കണ്ടു, കൊള്ളാം, നല്ലതെന്ന് തോന്നി, ഞങ്ങൾ ഇതെടുത്തു. ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ അപ്പുറത്തേക്ക് വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. നിങ്ങൾ പൊയ്ക്കോ കാനാൻ ദേശത്തേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് നിങ്ങൾ പൊയ്ക്കോ
യഥാർത്ഥത്തിൽ അവർ തിന്മ വല്ലതും ചെയ്തോ? ഒരു തിന്മ അവർ ചെയ്യുന്നില്ല. ഭൗതികമായ കണ്ണുകൊണ്ട് നോക്കിയാൽ അവർ നന്മ ചെയ്യുന്നുള്ളൂ, ഒരു തിന്മ അവർ ചെയ്യുന്നില്ല. പക്ഷേ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നത് പോലും ശിക്ഷാവിധിക്ക് കാരണമാകും. ചെയ്യേണ്ട നന്മ എന്താണ്? ഇസ്രായേൽ ജനത്തിന് വേണ്ടി കാനാൻ ദേശം ദൈവം നൽകിയ വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുകയും അത് കീഴടക്കി ദൈവം തന്ന വാഗ്ദത്തം നീ പ്രാപിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ദൈവം തന്ന വാഗ്ദത്തമാണ് അപ്പുറത്ത് കിടക്കുന്നത്. എന്നാൽ ആ വാഗ്ദത്തം വേണ്ട, എനിക്കിത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതുകൂടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. ഉള്ളതുകൂടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. ഈ വിഷയം തന്നെ ഞാനും റിജോ ബ്രദറും കൂടി ചർച്ച ചെയ്തു. മലമുകളിലിരുന്നോ എവിടെയോ ഇരുന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു ഈ വിഷയം. അപ്പോൾ റിജോ ബ്രദറുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് കൗതുകം കൊണ്ട് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നൊരു കാര്യം ഞാനങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് സാധാരണ ക്രിസ്ത്യാനിക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത് സ്വർഗരാജ്യമാണ്. സ്വർഗവും നരകവും മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. വാഗ്ദത്തമാണെങ്കിൽ സ്വർഗം, ശിക്ഷയാണെങ്കിൽ നരകവും, ഇത് രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനിക്ക് ശുദ്ധീകരണ സ്ഥലം മതി. ഞങ്ങൾക്ക് സ്വർഗമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ശുദ്ധീകരണ സ്ഥലം മതി. അതായത് ഇത് തന്നെയല്ലേ ഗാദി ചെയ്ത്, ഇത് തന്നെയല്ലേ ഈ പറയുന്ന റൂബൻ ചെയ്തത്. ഞങ്ങൾക്ക് വാഗ്ദത്ത പ്രദേശമായ കാനാനൊന്നും വേണ്ട, ഞങ്ങൾ ഇപ്പുറത്ത് കിടന്നോളാം. എന്ത് സംഭവിച്ചു? ഉള്ളതുകൂടെ നഷ്ടപ്പെട്ടു. ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നൊരു കാര്യം ഞാനോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ റിജോ ബ്രദർ ഇങ്ങനെ ആലോചിക്കുക, കുറച്ച് നേരം ആലോചിക്കുക, അതല്ലാതെ ശരിയാണല്ലോ, വാഗ്ദത്തം സ്വർഗമാണല്ലോ. ഇന്നിപ്പോൾ എല്ലാവരും ഈ ശുദ്ധീകരണ സ്ഥലം നോക്കിയാണല്ലോ ജീവിക്കുന്നത്. ഇത് വലിയൊരു അപകടമല്ലേ? നമ്മൾ വിചാരിക്കുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പാപമൊന്നും ചെയ്ത്. ദൈവത്തിന് നിരക്കാത്ത, ദൈവഹിതമല്ലാത്ത ഏത് മേഖല നീ തീരുമാനമെടുക്കുന്നത് പോലും ആ ദൈവത്തിന്റെ തീരുമാനത്തിനെതിരാ. എന്ത് സംഭവിച്ചു? മനാസയെ പോലും വഴിതെറ്റിച്ചു. മനാസയെ പുറത്ത് കൊണ്ടുവന്ന് കിടത്തേണ്ട അവസ്ഥ വന്നു. കൃത്യമായിട്ട് അത് വചനത്തിൽ കാണുക. ആമേൻ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചു. ഇന്നും ഈ വചനം അനുസരിച്ച് നിങ്ങളൊരു തീരുമാനമെടുത്തോ, ആ തീരുമാനത്തിന് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആ തീരുമാനത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കും. ആ തീരുമാനം ദൈവിക പ്രവർത്തനമായി മാറ്റും ദൈവം. ആമേൻ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. ഒന്ന് കണ്ണുകളടച്ചേ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. കർത്താവേ, ഞങ്ങളുടെ തീരുമാനങ്ങളുടെ മേൽ ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ. യേശുവേ, ഞങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അത് ഭൗതികമായി എടുക്കാതെ, അത് മാനുഷികമായി എടുക്കാതെ, ദൈവഹിതപ്രകാരം ഒരു തീരുമാനമെടുക്കുവാൻ, ദൈവേഷ്ടപ്രകാരം ഒരു തീരുമാനമെടുക്കുവാൻ, ആ തീരുമാനത്തിന്റെ മേൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുന്നു. നിങ്ങളൊരു കാര്യം കൂടി ചിന്തിച്ച് നമ്മളിത് അവസാനിപ്പിക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കുക, ദൈവം ഈ കാര്യങ്ങളെല്ലാം അനുസരിച്ചിട്ടും രണ്ടാമതൊരു ചോദ്യം പോലും ചോദിക്കാതിരുന്നിട്ടും, മോശെ നീ പിച്ചള സർപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ചോദ്യം പോലും കർത്താവിനോട്, അല്ല കർത്താവ്, ഈ പിച്ചള സർപ്പം ഇനി വിഗ്രഹമായി മാറുമോ? ഇനി ഈ പിച്ചള സർപ്പത്തെ ഇവന്മാർ പോയി ആരാധിക്കുമോ? ഇനി ഞാൻ അതുണ്ടാക്കിയ ആ പേരും പറഞ്ഞ് ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്തുള്ള സകല കത്തോലിക്കലും വിഗ്രഹം ഉണ്ടാക്കുമോ? ഇങ്ങനെ ഒരു ചോദ്യം പോലും മോശ തിരിച്ചു ചോദിച്ചില്ല. പിച്ചള സർപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു, മോശ പിച്ചള സർപ്പം ഉണ്ടാക്കി. അതിലേക്ക് നോക്കാൻ പറഞ്ഞു, മോശയും ജനത്തോട് പറഞ്ഞു അതിലേക്ക് നോക്ക്. രണ്ടാമതൊരു ചോദ്യം പോലും ചോദിക്കാൻ തയ്യാറാകാത്ത മോശയെ കാനാൻ ദേശത്തേക്ക് ദൈവം പ്രവേശിപ്പിച്ചില്ല. കാനാൻ ദേശത്തേക്ക് എത്താൻ ദൈവം അനുവദിച്ചില്ല. നമ്മളിപ്പോൾ പറഞ്ഞു, റൂബനും ഗാദും ഈ പറയുന്ന മനാസയുടെ അർദ്ധഗോത്രം പോലും ഞങ്ങൾക്ക് ഇപ്പുറം മതി എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു വന്നതാണ്. എന്നാൽ മോശ പല പ്രാവശ്യം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കിത് കാണണം, കർത്താവ് എനിക്കത് പ്രാപിക്കണം. മോശയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കർത്താവ് പറഞ്ഞു, നോ മോശേ, നീ അവിടെ പോകത്തില്ല, നീ ഇവിടം വരെയുള്ളൂ. അപ്പൊ ഈ തീരുമാനം തെറ്റായിരുന്നോ, അല്ലെങ്കിൽ ഈ രീതി ശരിയായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ബൈബിളിന്റെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം, 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 1 യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായം 17-ാം വാക്യം. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അതായത് നമ്മൾ ഈ ചോദിച്ച ചോദ്യം തന്നെ
ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു യോഹന്നാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടാകാം, അല്ല കർത്താവ്, ഇത്രയും അനുസരണം ഉണ്ടായിട്ടും ഇത്രയും കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടും നീ എന്ത് മോശയെ കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിക്കാനേ? അപ്പൊ കർത്താവ് ആ യോഹന്നാന് കൊടുത്ത മറുപടി ആയിരിക്കാം ഒരുപക്ഷെ യോഹന്നാൻ ഈ വാക്യത്തിൽ ദൈവാത്മാവിൽ എഴുതിയിരിക്കുന്നത്, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവും യേശുക്രിസ്തു വഴിയേ ഉള്ളൂ. നിയമം മോശ വഴി, കൃപയും സത്യവും യേശുക്രിസ്തു വഴി. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നിയമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിയമം പാപത്തെ വേർതിരിക്കുക, പാപത്തിൻ്റെ ശക്തിയെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തോട്ട് മറ്റൊരു കാര്യമില്ല. എന്നാൽ കൃപയും സത്യവും എന്ന് പറഞ്ഞാൽ നീ അധ്വാനിക്കാത്ത, നീ അർഹിക്കാത്ത, നിനക്ക് യോഗ്യതയില്ലാത്ത, നിനക്ക് യാതൊരു വിധത്തിലും അവകാശപ്പെടാൻ ഒരു യോഗ്യതയുമില്ലാത്ത കാര്യം നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീ കഴിക്കി, നീ തിന്ന്, നീ അനുഭവിക്കി എന്ന് പറഞ്ഞാൽ അതിനെയാണ് പറയുന്നത് കൃപ. അതായത് ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട്, ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൊട്ടാരം ബാംഗ്ലൂര്, ഏറ്റവും റിച്ച് ആയിട്ടുള്ള ബാംഗ്ലൂർ ടൗൺ ഏതാ പ്രവീൺ ബ്രദറെ? പ്രവീൺ ബ്രദർ ജനതയാ ഏതാ? ഇന്ദിരാനഗർ എടുത്തോ, ഇന്ദിരാനഗർ എടുക്ക്. ഓക്കെ, ഇന്ദിരാനഗറിൽ 1 ഏക്കർ സ്ഥലവും ഒരു 500 സ്ക്വയർ ഫീറ്റ് ഒരു വീടും പ്രവീൺ ബ്രദറിന് തന്നിട്ട് പ്രവീൺ ബ്രദറിനോട് പറയാണ്, എടുത്തോ, സന്തോഷമായിക്കോട്ടെ എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ അർഹിക്കുന്നതാണോ? അത് നിങ്ങളുടെ അവകാശമാണോ? നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് അതിനർത്ഥം. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് യോഗ്യതയില്ല, നമുക്ക് അർഹതയില്ല, നമുക്ക് പറയാൻ അവകാശമില്ല, നമുക്ക് ഇല്ലാത്ത സംഭവമാണ് കർത്താവ് തരുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് ഇത് തന്നെയല്ലേ? വാഗ്ദത്തം കൊടുത്തപ്പം കാനാൻ ദേശം അവരധ്വാനിച്ചിട്ടില്ല, കാനാൻ ദേശത്തെ മുന്തിരി അവർ നട്ടതല്ല, കാനാൻ ദേശത്തെ തേനും പാലും ഒഴുകുന്ന ദേശം അവർ ചെയ്തതല്ല. യാതൊന്നും ചെയ്യാതെ അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സ്ഥലമായിരുന്നു അത്. ഇതാണ് സ്വർഗം, ദൈവരാജ്യം. ഇതാണ് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്വർഗം. എനിക്ക് അർഹതയില്ല, എനിക്ക് യാതൊരുവിധ അവകാശവും പറയാനില്ല, എനിക്ക് യോഗ്യതയില്ല. എന്നാൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി അവൻ കാൽവരിയിൽ ക്രൂശിതനായി, എനിക്ക് വേണ്ടി പാപങ്ങൾ സഹിച്ച്, എനിക്ക് വേണ്ടി യാതനകൾ ഏറ്റെടുത്ത്, എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച്, എനിക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചുകൊണ്ട് എന്നെ അപ്പുറത്തോട്ട് കടത്തി. എന്നാൽ നിയമം നിന്നെ അപ്പുറത്തോട്ട് കടത്തത്തില്ല. നിയമം പാപത്തെക്കുറിച്ചൊരു ബോധം മാത്രമേ തരുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, മോശ വഴി നിനക്ക് നിയമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. മോശ വഴി നിനക്കുണ്ടായ ഏക കാര്യം ഈജിപ്തിൽ നിന്ന് നിന്നെ വിടുവിച്ചു, നിന്നെ കാനാൻ ദേശത്തേക്ക് എത്തിക്കാനുള്ള ഒരു വഴി കാണിച്ചു തന്നു, ഒരു മാർഗം, ഒരു രൂപരേഖ നിനക്ക് തന്നു. പക്ഷെ അതിന്റെ പൂർത്തീകരണമാകട്ടെ ജോഷുവ വഴി. ജോഷുവയുടെ പേര് നമുക്കറിയാം, യഥാർത്ഥത്തിൽ യഹോശുവ, യഹോവ രക്ഷിക്കുന്നു. യഹോശുവ വഴിയാണ് കാനാൻ ദേശത്ത് എത്തത്തുള്ളൂ. മോശ നിന്നെ കാനാൻ ദേശത്തേക്ക് എത്തിക്കത്തില്ല, നിയമം നിന്നെ അപ്പുറം കടത്തത്തില്ല. നിയമത്തിന് നിന്നെ അപ്പുറം കടത്താൻ പറ്റത്തില്ല, യേശുവിനെ നിന്നെ അപ്പുറം കടത്താൻ പറ്റത്തുള്ളൂ. യേശുവിനെ നിന്നെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. യേശുവിനല്ലാതെ മറ്റാർക്കും നിന്നെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കാൻ പറ്റത്തില്ല. ഇതാണ് പുതിയ നിയമത്തിൽ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ മോശ വഴി നിയമം നൽകപ്പെട്ടു, എന്നാൽ കൃപയും സത്യവുമാകട്ടെ നിനക്ക് യോഗ്യതയില്ലാത്ത, നിനക്ക് അർഹിക്കാത്ത ഒരു രാജ്യം ദൈവം തരിക. അതിനെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്, ഓ സ്വർഗമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ശുദ്ധീകരണ സ്ഥലം മതി എന്ന് കർത്താവ് പറയാ. എടാ, നിനക്കിതൊന്നും യോഗ്യതയില്ലെന്ന്, നിനക്കിതൊന്നും യോഗ്യതയില്ല. ഇത് ക്രിസ്തുവിന്റെ യോഗ്യതയാ. യേശുവാണ് ഈ യോഗ്യത നൽകുന്നത്. നിന്റെ വിശ്വാസം എന്താണോ അത് നീ പ്രാപിക്കും. നമ്മളിത് കർത്താവിനോട് പറയാം, കർത്താവെ ഒറ്റ തീരുമാനം, സ്വർഗം മതി, വേറൊന്നും വേണ്ട. കാരണം ഇടയിൽ നിന്ന് പുറകോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല. ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, സ്വർഗം മാത്രം മതി, മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ ഭൂമിയിലെ സാത്താൻ വെക്കുന്ന ലൗകികമായ സുഖങ്ങളെ തേടിയല്ല ഞങ്ങൾ വന്നത്, ലൗകികമായ മറ്റു കാര്യങ്ങളെ തേടിയല്ല ഞങ്ങൾ നിൽക്കുന്നത്. സ്വർഗത്തിൽ ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ ഞങ്ങൾക്ക് തോട്ടുള്ളൂ. കർത്താവെ നീ മതി, സ്വർഗം മതി, മറ്റൊന്നും കുറഞ്ഞൊന്നും ഞങ്ങൾക്ക് വേണ്ട, കർത്താവ് മാത്രം മതി. അതിനപ്പുറത്തോട്ട് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല, അതുമാത്രം ഞങ്ങൾക്ക് പ്രത്യാശയുള്ളൂ. ഈ തീരുമാനം ഇന്ന് എടുക്കുന്നുവെങ്കിൽ വാനമേഘത്തിൽ കർത്താവ് വരുമ്പോൾ ഒരുപാട് പേര് ഒരുമിച്ച് കണ്ട് സന്തോഷിക്കും. കർത്താവെ, ഇതൊക്കെ ഞങ്ങൾ അന്നിരുന്ന് ആ പ്രാർത്ഥിച്ചവരല്ലേ, ആ ഉപവസിച്ചവരല്ലേ, ആ ദൈവത്തെ ആരാധിച്ചവരല്ലേ. ഓ എല്ലാവരും ഉണ്ടല്ലോ, ഓ പ്രവീൺ ബ്രദർ ഉണ്ടല്ലോ, ഓ മറ്റേ പയ്യനുണ്ടല്ലോ, നമ്മുടെ ഫിലോമിന അമ്മച്ചി ഉണ്ടല്ലോ, ഓ എല്ലാവരും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് സന്തോഷിക്കാം. ആര് തീരുമാനത്തിൽ വീക്കാകുന്നു, താഴോട്ട് പോകുന്നു, അവർ കഷ്ടം സഹിക്കേണ്ടി വരും.
അതാ കർത്താവ് ഇവിടെ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്. ഗലാത്യ ലേഖനം അതിൻ്റെ 3:22, 23, 24, 25 വാക്യങ്ങളിൽ നമ്മളോട് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിയമം ഒരു കാവലാൾ മാത്രമാണ്, നിന്നെ അപ്പുറം കടത്തുന്നത് ക്രിസ്തുവാ. അതായത് വാഗ്ദത്ത സന്തതി വരുന്നത് വരെ, കർത്താവായ യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതി വരുന്നത് വരെയുള്ളൊരു കാവലാൾ മാത്രമാണ് നിയമം. അതിനപ്പുറത്തോട്ട് മറ്റൊന്നുമില്ല. ജോഷുവ അധികാരം ഏറ്റെടുക്കുന്നത് വരെയുള്ള ഒരു കാവലാളായി ദൈവം മോശയെ നിർത്തി. അത് കഴിഞ്ഞ് ജോഷുവയെ കൊണ്ട് കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിച്ചു. ഈ പഴയ നിയമത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിയമം നമുക്കൊരു കാവലാളായി വെച്ചു. യേശുവിലൂടെ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ആ യേശു കൃപയും സത്യവും നിറഞ്ഞവനായി ഭൂമിയിൽ വന്നപ്പോൾ അവനിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും, അനുഗ്രഹിക്കപ്പെടും, നീ ദൈവരാജ്യത്തിലെത്തും. ആ യേശുവില്ലാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. നമ്മൾ ഏത് തീരുമാനമെടുത്താലും കർത്താവിന് മുമ്പിൽ പറയാം, കർത്താവേ, ദൈവവചനത്തിൻ്റെ മുൻപിലാണ് ഞാൻ തീരുമാനമെടുക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങളൊരു എക്സാമിന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തേക്ക് പോവുകയാണെങ്കിലോ ഒരു വിവാഹമാകട്ടെ, എന്ത് കാര്യത്തിനും ബൈബിൾ മെസ്സേജ് എടുത്തിട്ട്, ദൈവത്തിൽ നിന്നൊരു കർത്താവിൽ നിന്നൊരു മെസ്സേജ് എടുത്തിട്ട് ആ മെസ്സേജ് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയേ, ആ മെസ്സേജ് മാത്രം നോക്കി നിങ്ങൾ മുന്നോട്ട് പോയേ. ഒരുപക്ഷെ തുടക്കം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ അവസാനം ദൈവം ഒരുക്കുന്ന ഒരു സന്തോഷവും സമാധാനവും ഉണ്ടെന്ന് ഉറപ്പാണ്. മുൻപിൽ വരുമ്പോൾ മോശയ്ക്ക് നഷ്ടപ്പെട്ട പോലെ ചില സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ മോശയ്ക്കൊരു നഷ്ടവുമില്ല. ദൈവവചനത്തിലെ യൂദായുടെ ലേഖനത്തിൽ കാണുന്നത്, അവൻ്റെ ശരീരത്തെ ചൊല്ലിപ്പോലും ദൂതന്മാർ, പ്രധാന ദൂതന്മാരിറങ്ങി യുദ്ധം ചെയ്തതും സാത്താനെതിരെ നിന്നതും അവൻ്റെ ശരീരത്തെ പോലും നശിക്കാനോ നഷ്ടപ്പെടാനോ അനുവദിക്കാത്തൊരു ദൈവത്തെ ആ പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്നത് കർത്താവായ യേശു. അതുകൊണ്ട് മോശയ്ക്കൊരു നഷ്ടം സംഭവിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ മോശ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാതിരുന്നത് അവനൊരു നഷ്ടമല്ല. കാരണം അവൻ ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ് പോയത്, യേശുവിൻ്റെ മുമ്പിലേക്കാണ് അവൻ എടുത്തത്. അതുകൊണ്ട് മോശയ്ക്ക് യാതൊരുവിധ നഷ്ടമില്ല.